ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷുദിന ആശംസകൾ. ഇന്ന് കുക്കിംഗ് വീഡിയോ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കുന്നുണ്ട്. അവസാനം അത് കാണിക്കാൻ വിചാരിച്ചിട്ടാണ്. ഇന്ന് വിഷു, ഞങ്ങൾക്ക് വിഷുവൊന്നുമില്ല, പക്ഷെ എല്ലാവരും കഴിക്കണമായി നമുക്കും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ വിഷു സദ്യ നമ്മുടെ വീട്ടിലുള്ളത് വെച്ചിട്ട് ഒരു ചെറിയ വിഷു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി പായസം ഉണ്ടാക്കണം, ഞാൻ കാണിക്കട്ടെ. സാമ്പാർ, അവിയൽ, നമ്മുടെ ഇളക്കി പുളിശ്ശേരിയില്ലേ, പുളിശ്ശേരിയല്ല, നമ്മളെന്തെന്നാ പറയുക, വെള്ളരിക്ക വെച്ചിട്ടൊരു തൈര് വെച്ച് അതിനെന്താ പേര് പറയാറില്ല, പച്ചടി, വെള്ളരിക്ക പച്ചടി, സാമ്പാർ കണ്ടു, കാബേജ് തോരൻ, മാങ്ങച്ചാറ്, ഇത്രയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയാണത്. ഇനി നമ്മൾ പായസം ഉണ്ടാക്കണം, പാൽപ്പായസം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. എന്നിട്ട് അണ്ടിപ്പരിപ്പ് വറുത്തുമ്പോൾ കോരി വയ്ക്കാം. പിന്നെ അവസാനം ഇടാം. അണ്ടിപ്പരിപ്പ് നല്ല മൊഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് കോരി വയ്ക്കാം. ഈ ബാക്കിയുള്ള നെയ്യിൽ തന്നെ നമുക്ക് ഒരു കപ്പ് സേമിയ, നമ്മുടെ വീട്ടിലുള്ളത് വെച്ച് ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഹിന്ദുസൊക്കെ അല്ലേ ഓണം അല്ല വിഷുവൊക്കെ ആഘോഷിക്കുക. നമ്മളവിടെ എൻ്റെ ക്യാരക്ടർ ഉള്ളത് വെച്ച്, വീട്ടിൽ ഉള്ളത് വെച്ച് ചെയ്യാമെന്നാണ്. ഞാൻ ഇത്ര നാൾ അങ്ങനെയാണ് ജീവിച്ചത്. പച്ചക്കറികളൊക്കെ അവസാനത്തെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കാലി ചെയ്യലും കഴിഞ്ഞു. അവിയലും സാമ്പാറും എല്ലാം ഉണ്ടാക്കി. വെള്ളരിക്ക പച്ചടി, ഇതിൻ്റെ പേര് പറയാൻ കിട്ടാണ്ടേ, നല്ല ടേസ്റ്റാണ് വെള്ളരിക്ക പച്ചടി. കുറച്ച് സേമിയ വറുത്തിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് സേമിയ വേവിച്ചു. കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഇടുന്നത് മാത്രം കാണിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് പാലൊഴിച്ചിട്ട് വേവിച്ചിട്ട് വെച്ചിട്ട് നമുക്ക് ഈ പാൽ കുടിക്കാം കേട്ടോ. ഈ മൂടി വയ്ക്കരുത് കേട്ടോ, മൂടി വെച്ചാൽ തിളച്ച് പോകും. ഒരു തള വരുമ്പോഴേക്കും നമുക്ക് ഏലക്കാപ്പൊടി, അണ്ടിപ്പരിപ്പ് വറുത്തതും കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഇറക്കുക, ഓഫ് ചെയ്യുക അടുപ്പ്. അങ്ങനെ ഇരുന്നിട്ട് അവിടെ സെറ്റായിക്കോളും. കട്ട പിടിച്ചാൽ നമുക്ക് പാലൊഴിക്കാം. അതിന് പാലൂടെ കുറച്ച് വെച്ചിട്ടുണ്ട്, 2 പാക്കറ്റ് പാലുണ്ടായിരുന്നു. ആദ്യം 1/2 പാക്കറ്റ് ഒഴിച്ചു, പിന്നെ 1 പാക്കറ്റ് ഇപ്പോൾ ഒഴിച്ചു, പിന്നെ 1 പാക്കറ്റ് കൂടി ഉണ്ട്. മധുരമൊക്കെ തിളച്ചിട്ടുണ്ട്. മധുരമൊക്കെ ഞങ്ങൾക്ക് പക്ഷെ ഒന്ന് വിഷുവല്ല, അപ്പോൾ ഇത്തിരി കൂടി നല്ല മധുരമല്ല, കുറച്ചും കൂടി മധുരത്തിലിരിക്കട്ടെ. കുറച്ചും കൂടി പഞ്ചസാര ഇട്ടുണ്ട്. നെയ്യിൽ വറുത്ത് കഴിഞ്ഞാൽ നല്ല മണം പായസം. മണമൊക്കെ പുറത്ത് പോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇത്തിരി നെയ്യും കൂടി ഇടാം. അപ്പോൾ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി
പഞ്ചസാരയിൽ അരച്ച് പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ച് വെച്ചത്. കുറച്ചും കൂടി ഇടാം, സേമിയ ഗ്യാസല്ലേ. സേമിയ നിങ്ങൾക്ക് അറിയാം എന്തിട്ടിലുണ്ടാക്കണേന്ന്? അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. സേമിയ എന്തിട്ടിലുണ്ടാക്കണേന്ന് അറിയണവർ. അറിയില്ലെങ്കിൽ ഞാൻ കമൻറ്റിൻ്റെ ഇടയിൽ വന്നിട്ട് പറയാം, എൻ്റെ വീഡിയോൻ്റെ ഇടയിൽ പറയണം. സേമിയ പഠിച്ചവർക്കൊക്കെ അറിയാം, കെമിസ്ട്രി പഠിച്ചവർക്കും കുറച്ച് പഠിച്ചവർക്കൊക്കെ അറിയാം. പക്ഷെ ഞാൻ ചോദിക്കുക, എനിക്കിപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഇത് അറിയുള്ളൂ, സേമിയ എന്തിലുണ്ടാക്കണമെന്നുള്ളത്. അതിന് മുമ്പ് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അറിയാത്തവർ ചോദിച്ചോളൂ കമൻറ്റിൽ, ഞാൻ പറഞ്ഞു തരാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. എങ്ങനെയാണെന്നല്ല, ഏതിലുണ്ടാക്കണമെന്ന്. നല്ല വെന്ത് പായസം കറക്റ്റായിട്ടുണ്ട്. ഇപ്പം നമുക്ക് അണ്ടിപ്പരിപ്പിടാം. ഇനി അധികം തിളയ്ക്കണ്ട, ഒത്തിരി കുറച്ച് നെയ്യ് ഒഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനൊരു കളർ കിട്ടില്ല. ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ നല്ല സെറ്റാവും. അടുപ്പ് ഓഫ് ചെയ്തു. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ടൈറ്റാവും പായസം. ഇപ്പം നമ്മൾക്ക് കുടിക്കണ മാതിരി ഉണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കാച്ചി വെച്ച പാലുണ്ടല്ലോ, അതൊന്ന് ലൈറ്റ് ചൂടാക്കിയിട്ട് ഇതിലൊഴിക്കണം. ഇപ്പോൾ കറക്റ്റ് കേട്ടോ പായസം, വേണ്ട നല്ല കറക്റ്റാണ്. എത്ര എളുപ്പത്തിൽ നോക്കിയേ ഞാൻ സേമിയ പായസം, പാൽ പായസം നെയ്യ് ഒഴിച്ചിട്ടുണ്ടാക്കിയത്. നിങ്ങളും വിശേഷ ദിവസം അധികം പണിയൊന്നും ചെയ്യാണ്ട് പാൽ പായസമൊക്കെ എങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഒരു പണിയില്ല, അണ്ടിപ്പരിപ്പ് വറുക്കുക, ബാക്കി നെയ്യിൽ സേമിയ വറുക്കുക, അത് വേവുമ്പോൾ കുറച്ച് പാലൊഴിച്ച് വേവിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പം ഞാൻ ചെയ്ത മാതിരിയൊക്കെ ചെയ്യുക. നല്ല ടേസ്റ്റായി പായസം. നല്ല നെയ്യും അണ്ടിപ്പരിപ്പും മധുരം ഒക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സദ്യവട്ടം. ഇവിടെ ഇരിക്കട്ടെ, മൂണൊക്കെ പുറത്തു പോകും. ചോറ് ഇവിടെ ഉണ്ട്, കറികൾ ഇവിടെ ഉണ്ട്, സാമ്പാറുണ്ട്, തോരനുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, അവിയലുണ്ട്. ഇത്രയുള്ള 5 തരം കറികളുള്ള കേട്ടോ. പിന്നെ പായസം, ചോറ്, പപ്പടം വാങ്ങാൻ മറന്നിട്ട് വന്നു ആൾ. അപ്പോൾ പപ്പടമില്ല. അപ്പോൾ ഓക്കെ കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി വിഷു പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവിടെ അവസാനിപ്പിക്കണം കേട്ടോ. ബൈ.